Dear students, good morning to all. Welcome to social science class. Our previous class, we discussed the third chapter in our social science, resistance and the first war of independence. That was the title of that chapter, resistance and the first war of independence. In that chapter, we completed all the topics. The last topic we are discussed the first war of independence in 1857. Okay, today we are going to discuss a new chapter. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്. നാലാമത്തെ ചാപ്റ്റർ, fourth chapter in our social science. The title of the chapterന്റെ ഹെഡിങ് നോക്കൂ, ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ ഇറ. ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ ഇറ. എന്താ ഇറ എന്ന് പറഞ്ഞാൽ? കാലഘട്ടം അല്ലെങ്കിൽ യുഗം അല്ലേ? ഇന്ത്യ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഒരു പുതു യുഗത്തിലേക്ക് എന്നൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോ ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് ആഫ്റ്റർ ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് അല്ലെ 1857 ശേഷമുള്ള ചില കാര്യങ്ങളും അതുപോലെ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന സോഷ്യൽ ഇൻഇക്വാലിറ്റികൾ, സോഷ്യൽ എവിൾസ്, അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള സോഷ്യൽ റിഫോമേഴ്സ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, ഇതിനൊക്കെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് തുടങ്ങാം. ചാപ്റ്ററിലോട്ട് കടക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നൽകിയിട്ടുള്ളത്. നോക്കൂ, എന്താണ് ആ ഡിസ്ക്രിപ്ഷൻ ഉള്ളത് ഒന്ന് നോക്കൂ. ഇറ്റ് വാസ് AD 1612 to 1660. ഇത് ഏത് വർഷമാണ്? AD 1612 1612 ആൻഡ് ടു 1660 1616. എ ഡേ ഇൻ സൂറത്ത്, സൂറത്തിലുള്ള ഒരു ദിവസമാണ്. എ ഡേ ഇൻ സൂറത്ത്. എ ബനിയ മാൻ വാസ് ഡെഡ്. ഒരു ബനിയ വിഭാഗത്തിൽപ്പെട്ട ആള് മരിച്ചിരിക്കുകയാണ്. എ ബനിയ മാൻ വാസ് ഡെഡ്. ബനിയ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ മരിച്ചിരിക്കുന്നു, ഒരാൾ മരിച്ചിരിക്കുന്നു. ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ട്. ദ ബോഡി ഈസ് ബീയിങ് ക്യാരിഡ് അവേ ഫോർ ദ ക്രിമേഷൻ ടു ദി ബ്യൂറൽ ഗ്രൗണ്ട്. അപ്പൊ ബനിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ആ സംസ്കാര ചടങ്ങുകൾക്കൊക്കെ വേണ്ടി കൊണ്ടുപോകണം. അപ്പോ ഈ ശവശരീരം ദ ബോഡി ഈസ് ബീയിങ് ക്യാരിഡ് അവേ ഫോർ ക്രിമേഷൻ. ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കാൻ. ടു ദി ബ്യൂറൽ ഗ്രൗണ്ട്. ബ്യൂറൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ശ്മശാനം. അപ്പോൾ ആ ഒരു ശവശരീരം എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? ദ ബോഡി ഈസ് ബീയിങ് ക്യാരിഡ് അവേ ഫോർ ക്രിമേഷൻ ടു ദി ബ്യൂറൽ ഗ്രൗണ്ട്. ആ ബനിയ വിഭാഗത്തിൽപ്പെട്ട ആളുടെ ശവശരീരം അത് ദഹിപ്പിക്കാനായിട്ട് ഒരു ശ്മശാനത്തിലോട്ട് കൊണ്ടുപോകുന്നു. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ അക്കമ്പനി ദ ഫ്യൂണറൽ പ്രൊസഷൻ. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ, നൂറുകണക്കിന് ആൾക്കാർ ഉണ്ട് ആ അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ശവശരീരത്തിന്റെ കൂടെ അദ്ദേഹത്തെ ക്രിമേഷൻ ചെയ്യാനും വേണ്ടി, ദഹിപ്പിക്കാനും വേണ്ടി പോകുന്നുണ്ട്. വൈഫ് ഓഫ് ദി ഡിസീസ്ഡ് ഈസ് അക്കമ്പനൈഡ് ബൈ റിലേറ്റീവ്സ് ആൻഡ് മെയ്ഡ്സ്.
ആ മരിച്ച ആളുടെ ഭാര്യ അവളും കൊണ്ട് കൂടെ വിത്ത് റിലേറ്റീവ്സ് അല്ലെ, കുടുംബക്കാരും ഉണ്ട്, ആൻഡ് മെയ്ഡ്സ്, തോഴിമാരും ഉണ്ട്. ഷി ഹാസ് പുട്ട് ഓൺ ന്യൂ ക്ലോത്ത്സ് ആൻഡ് ഓർണമെന്റ്സ്. അവള് ആ പരേതന്റെ ഭാര്യ അവള് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. ആൻഡ് ഓർണമെന്റ്സ്, ആഭരണങ്ങളും ധരിച്ചിട്ടുണ്ട്. ആസ് ഇഫ് ഷീ ഈസ് അബൌട്ട് ടു എൻ്റർ ദ ബ്രൈഡൽ ചാമ്പർ. അവൾ പോകുന്നത് കണ്ടാൽ ഒരു വിവാഹ മണ്ഡപത്തിലോട്ട് പോകുന്ന മാതിരിയാണ് ആ ഭാര്യ ഉള്ളത്. ദ ഡെഡ് ബോഡി ഈസ് പ്ലേസ്ഡ് ഓൺ ദി ഫ്യൂണറൽ പെയർ. ആ ശവശരീരം എന്ത്, ഫ്യൂണറൽ പെയർ എന്ന് പറഞ്ഞാൽ ചിതയില്, ആ ചിതയിൽ വെച്ചു. ഷീ സർക്കിൾസ് ദ പെയർ 3 times. അവൾ എന്ത് ചെയ്തു, ആ ചിതയെ, അതായത് ബോഡി വെച്ചിരിക്കുന്ന, ഹിന്ദുക്കളൊക്കെ ധരിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിതയ്ക്ക് 3 പ്രാവശ്യം വട്ടം ചുറ്റി. ഷീ സർക്കിൾസ് ദ പെയർ 3 times. ആ പെയർ അല്ലെങ്കിൽ ആ ഒരു ചിതയിൽ 3 വട്ടം അവൾ വലയം വെച്ചു. ആൻഡ് സിറ്റ്സ് ഓൺ ഇറ്റ്. എന്നിട്ട് അതിൽ കയറി ഇരുന്നു, ആ ചിതയിൽ. പ്ലേസിങ് ഹെർ ഹസ്ബൻഡ്സ് ഹെഡ് ഓൺ ഹെർ ലാപ്പ്. ലാപ്പ് എന്ന് പറഞ്ഞാൽ അവളുടെ തുടയിൽ. അവൾ എന്ത് ചെയ്തു, തൻ്റെ ഭർത്താവിൻ്റെ ശിരസ്സെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു. ഷീ ഈസ് ഗോയിങ് ടു അക്കമ്പനി ഹെർ ഹസ്ബൻഡ് ടു ദി അതർ വേൾഡ്. അവൾ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ അവൾ താമസിക്കാൻ പോവുകയാണ്. ടു അതർ വേൾഡ്, മറ്റൊരു ലോകത്തിലോട്ട്. ദാറ്റ് വാസ് ദ ബിലീഫ്. അതാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പൊ ഇവിടുത്തെ വിശ്വാസം എന്താ? സൂരത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഗുജറാത്തിലാണ്. 1612 കാലഘട്ടത്തിൽ അവിടെ നടന്ന ഒരു സംഭവമാണ് വിശദീകരിച്ചത്. ഒരാൾ മരിച്ചു, ഒരു ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. അപ്പൊ ആ മരിച്ച ആളെ ദഹിപ്പിക്കാനായിട്ട് ശ്മശാനത്തിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഭാര്യയും ഉണ്ട് അല്ലെ, പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഇട്ട് ആ മരിച്ച ആളുടെ ഭാര്യയും ഉണ്ട്. അങ്ങനെ ആ ഫ്യൂണറൽ പ്രാക്ടീസിന് വേണ്ടി അവിടെ എത്തുന്നു അല്ലെ, ദഹിപ്പിക്കാതെ അവിടെ എത്തി. എന്ത്, ആ ചിതയിലോട്ട്, ഫ്യൂണറൽ പെയറിലോട്ട് എടുത്തു വെക്കുന്നു ആ ഒരു ഡെഡ് ബോഡി. അതിനുശേഷം ആ വൈഫ് എന്ത് ചെയ്യുന്നു, ആ ഭാര്യ ആ ഒരു ഫ്യൂണറൽ പെയറിനെ, അതായത് ആ ചിതക്ക് ചുറ്റും 3 പ്രാവശ്യം നടന്ന് ആ ചിതയിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് ആ മരിച്ച ആളുടെ, ആ പെണ്ണിന്റെ ഭർത്താവിനെ ആ ശിരസ് ഉദ്ദേശിക്കുന്ന തലയാണ്, തല തൻ്റെ മടിയിൽ വെക്കുന്നു. അതാണ് അവിടുത്തെ വിശ്വാസം. അതായത് ഭർത്താവിനെ അവിടെ ദഹിപ്പിക്കുമ്പോൾ ഭാര്യയും കൂടെ അതിൽ ചേരണം, ഭാര്യയും കൂടെ മരിക്കണം. അങ്ങനത്തെ ഒരു വിശ്വാസമാണത്. ഷീ ഈസ് ഗോയിങ് ടു അക്കമ്പനി ഹെർ ഹസ്ബൻഡ് ടു ദി അതർ വേൾഡ്. തൻ്റെ ഭർത്താവിനൊപ്പം മറ്റൊരു ലോകത്തോട്ട് ജീവിക്കാൻ പോവുകയാണ് അവള്. ദാറ്റ് വാസ് ദ ബിലീഫ്. അതാണ് അവിടുത്തെ വിശ്വാസം. ഫയർവുഡ് ഈസ് പ്ലേസ്ഡ് അറൗണ്ട് ഹെർ. അല്ലെ, തീയിന്റെ ഫയർവുഡ് എന്ന് പറഞ്ഞാൽ വിറകുകൾ അവളുടെ ചുറ്റുമായിട്ട് വെച്ചു. ദ ഗീ, ഓയിൽ ആൻഡ് പെർഫ്യൂംസ് ആർ ഷവേർഡ് ഓവർ ഹെർ ആൻഡ് ദ ഫയർ ഈസ് ലൈറ്റ്. അല്ലേ, അവിടെ പറയുന്നു എണ്ണയും അതുപോലെ ഓയിലും അതുപോലെ നെയ്യും പെർഫ്യൂമും ഒക്കെ അവൾക്ക് മേലെ ചൊരിഞ്ഞു. ആൻഡ് ഫയർ ഈസ് ലൈറ്റ്. ആ ചിതക്ക് തീ കൊളുത്തി. ഷി വാസ് നോട്ട് മോർ ദാൻ 10 years old. അവൾക്ക് 10 വയസ്സിന് മുകളിലായിരിക്കില്ല എന്ന് പറയുന്നു ഇത് എഴുതിയ ആള്. ആൻഡ് ഹാഡ് നോട്ട് ഈവൻ ലിവ്ഡ് വിത്ത് ഹെർ ഹസ്ബൻഡ്. അവൾ ചിലപ്പോൾ ഭർത്താവിന്റെ കൂടെ താമസിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. സ്റ്റിൽ ഷീ ആസ് എ വൈഫ്, ഒരു ഭാര്യ എന്ന നിലക്ക്, വാസ് ബേൺഡ് അലൈവ് ഇൻ ദ ഫയർ. ആ ചിതയിൽ ഇരുന്ന് അവള് ചിതയിൽ അരിഞ്ഞു തീരുന്നു. This was the description of early travels in India 5083 to 6019. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചു, അതിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി.
ഭർത്താവ് മരിച്ചിട്ട് ഭർത്താവിനോടൊപ്പം ഭാര്യയും ആ ചിതയിൽ അരിഞ്ഞു തീരുന്ന ഒരു ബിലീഫ് സിസ്റ്റം, ഒരു വിശ്വാസ രീതി, അത് നമ്മുടെ ഇന്ത്യയിൽ പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്നു. ഇതിന് പറയുന്ന പേരാണ് സതി. എന്താണ് ഈ ഒരു വിശ്വാസത്തിന് പറയുന്ന പേരാണ് സതി. ഇറ്റ് വാസ് എ സോഷ്യൽ എവിൾ. അതൊരു സാമൂഹിക തിന്മയാണ്, അല്ലെങ്കിൽ സാമൂഹിക അനാചാരമാണ് അല്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ആചാരം ശരിക്കും വേണമോ? അങ്ങനത്തെ ആചാരം നിലനിൽക്കണോ? വേണ്ട അല്ലേ? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും ഇങ്ങനത്തെ ആചാരം വേണ്ട, ഒരു വൃത്തികെട്ട ആചാരം അല്ലേ. എന്ത്? ഭർത്താവ് മരിച്ചാൽ ഭാര്യയും ആ ചിതയിൽ മരിക്കണം എന്നുള്ള ഒരു ആചാരം. ആചാരത്തിന്റെ പേരെന്താ? സതി. എന്താണ്? സതി. ആ സോഷ്യൽ എവിളാണത്. സമൂഹത്തിലുള്ള ഒരു തിന്മയാണ്, സാമൂഹിക തിന്മയാണ്, സമൂഹത്തിലുള്ള ഒരു അനാചാരമാണത്. അത് വേണോ? വേണ്ട അല്ലേ? നമുക്കറിയാം അതൊരു വൃത്തികെട്ട ആചാരമാണ്, നല്ല ആചാരമല്ല. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട് അല്ലേ? നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആളുകളാണ്, വിശ്വാസികളാണ്. പക്ഷെ ഇങ്ങനത്തെ വിശ്വാസം, ദുരാചാരം, എന്താണ്? അതെല്ലാം ദുരാചാരമാണ്. സോഷ്യൽ എവിൾ, എന്താ അതിന് പറയാ? ദുരാചാരത്തിന് സാമൂഹിക തിന്മകൾ, ദുരാചാരം, സാമൂഹിക തിന്മകൾ ഒക്കെ ഒരേ വേർഡാ. സോഷ്യൽ എവിൾ, സാമൂഹിക തിന്മകളാണ്. അപ്പോ ഇതുപോലെ ഈ സതി പോലെ, സതി ഈസ് എ സോഷ്യൽ എവിൾ അല്ലെ. സതി എന്ന് പറയുന്ന സംഭവം നമ്മൾക്ക് മനസ്സിലായി. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ആ ചിതയിൽ അരിഞ്ഞു തീരുക, ചിതയിൽ കത്തി മരിക്കുക, അങ്ങനത്തെ ഒരു വിശ്വാസം, അത് സതി ആണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. അപ്പോ ഇതൊരു സോഷ്യൽ എവിളാണ് സതി. ഇതേപോലെ നമ്മുടെ സൊസൈറ്റിയില്, നമ്മുടെ സമൂഹത്തില് പണ്ടുകാലങ്ങളിൽ ഇന്ത്യയിൽ ഒരുപാട് എന്തുണ്ടായിരുന്നു? സോഷ്യൽ എവിൾസ് ഉണ്ടായിരുന്നു, സാമൂഹിക ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു, സാമൂഹിക തിന്മകൾ ഉണ്ടായിരുന്നു. സോഷ്യൽ എവിൾസ് ഇൻ ഇന്ത്യ പ്രിവൈൽഡ് അല്ലെ. ഇന്ത്യയിൽ പ്രിവൈൽഡ് നിലനിന്നിരുന്നു, ഓർ എക്സിസ്റ്റഡ് നിലനിന്നിരുന്നു. സം ഓഫ് ദ സോഷ്യൽ എവിൾസ്, സാമൂഹിക തിന്മകൾ ഉണ്ടായിരുന്നു. വിച്ച് ആർ ദേ? ഏതൊക്കെയാണത്? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മേജർ സോഷ്യൽ എവിൾ എക്സിസ്റ്റഡ് ഇൻ പ്രിവൈൽഡ് ഇന്ത്യ? പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന, ആദ്യകാലങ്ങളിൽ നിലനിന്നിരുന്ന സോഷ്യൽ എവിൾസ് ഏതൊക്കെയാണ്? ഓക്കെ, നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം സോഷ്യൽ എവിൾസ്, സമൂഹത്തിൽ നിലനിന്നിരുന്ന സോഷ്യൽ എവിൾസ്, സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങൾ. എന്താ പറയാ? ദുരാചാരങ്ങൾ, ദുരാചാരങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക തിന്മകൾ ഒക്കെ ഇതിന് പറയും. സാമൂഹിക തിന്മകൾ ഒക്കെ ഇതിന്റെ അർത്ഥമാണ് സോഷ്യൽ എവിൾ. സോഷ്യൽ എന്ന് പറയുന്നത് സാമൂഹികം അല്ലെ. എവിൾ, നമ്മൾ പ്രേതത്തിനെയാണ് എവിൾ എന്ന് പറയുക. അപ്പൊ അതേപോലെ പ്രേതത്തെ പോലെയുള്ള ഒന്നാണ് ഇത് സോഷ്യൽ എവിൾ എന്ന് പറയുന്ന സാമൂഹിക തിന്മകളെയാണ്, ദുരാചാരങ്ങളാണ്, സമൂഹത്തിലുള്ള അനാചാരങ്ങളെയാണ് ഒക്കെ ഉദ്ദേശിക്കുന്നത്. എന്താ സോഷ്യൽ എവിൾ? ഏതൊക്കെയാണ് ആ സോഷ്യൽ എവിൾസ് സമൂഹത്തിൽ? ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കി, സതി. ഭർത്താവ് മരിച്ചാല് ഭാര്യ ആ ചിതയില് എരിഞ്ഞു തീരുക, അതാണ് എന്ത്? സതി. രണ്ടാമത്തെ നോക്കൂ, ചൈൽഡ് മാരേജ് അല്ലേ. ഒന്നാമത്തത് സതി, അതിന് സതി എന്ന് തന്നെ പറയാം. രണ്ടാമത്തെ നോക്കൂ, ചൈൽഡ് മാരേജ്. എന്താ ചൈൽഡ് മാരേജ്? കുട്ടികളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ശൈശവ വിവാഹം എന്ന് പറയും. പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന ഒരു ദുരാചാരമാണ് ഏത്? ശൈശവ വിവാഹം അല്ലെങ്കിൽ ചൈൽഡ് മാരേജ്. ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ വിവാഹം കഴിക്കുക. 10 വയസ്സൊക്കെ ആകാത്ത കുട്ടികൾ എന്ത് ചെയ്യുക? വിവാഹം കഴിക്കുക.
പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ വിവാഹം കഴിക്കുക. ആലോചിച്ച് നോക്കൂ. അപ്പോ പണ്ട് കാലങ്ങളിൽ നിന്ന് അതൊരു സോഷ്യൽ ലെവലാണ്. ചൈൽഡ് മാരേജ്, കുട്ടികളെ വിവാഹം കഴിക്കുക, ശൈശവ വിവാഹം എന്നാണ് അതിനെ പറയാ. എന്താണ് ശൈശവ വിവാഹം? ചൈൽഡ് മാരേജ്. ഇറ്റ് ഈസ് എ സോഷ്യൽ എവിൾ. അതൊരു സോഷ്യൽ എവിളായിരുന്നു, സാമൂഹിക തിന്മകളായിരുന്നു. അടുത്ത നോക്കൂ, പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്. പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്. എന്താ വിഡോ എന്ന് പറഞ്ഞാല്? വിധവ. അപ്പൊ വിധവാ വിവാഹം അല്ലെങ്കിൽ വിധവകള് വീണ്ടും വിവാഹം കഴിക്കുന്നത്. വിധവകൾ എന്ന് വിഡോ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഭർത്താവ് മരിച്ച സ്ത്രീകളാണ് വിഡോ. ആരാണ്? ഭർത്താവ് മരിച്ച സ്ത്രീകളാണ് വിഡോ. അപ്പൊ ആ വിഡോ എന്ത് ചെയ്യാ? വീണ്ടും വിവാഹം കഴിക്കാന് അനുമതി ഇല്ലായിരുന്നു. അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, ഒരു സമ്പ്രദായം ഇല്ലായിരുന്നു. വിധവകൾ വീണ്ടും വിവാഹം കഴിക്കുന്നത് തെറ്റായിരുന്നു. അതായത് അവിടുത്തെ വിശ്വാസം, വിധവകള് സ്ത്രീകൾ ഒറ്റ പ്രാവശ്യമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ, പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു നിയമം. അവിടുത്തെ അല്ല, നമ്മൾ പണ്ട് കാലത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസമായിരുന്നു. സാമൂഹിക സോഷ്യൽ ലെവലാണിത്. എന്ത്? വിഡോ റീമാരേജ്. എന്താണ്? വിഡോ റീമാരേജ്. ഓക്കെ. വിധവ വിവാഹ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാല് എന്ത്? തടസ്സം നിൽക്കുക, അല്ലെങ്കിൽ അത് നിരോധിക്കുക. വിധവാ വിവാഹം നിരോധിക്കല്. ഓക്കെ. വിധവാ വിവാഹം നിരോധിക്കല്. വിധവാ വിവാഹം നിരോധിക്കല്. പിന്നെ ഹ്യൂമൻ സാക്രിഫൈസ്. എന്താ ഹ്യൂമൻ സാക്രിഫൈസ് എന്ന് പറഞ്ഞാല്? മനുഷ്യനെ ബലി കൊടുക്കുക. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ബലി കൊടുക്കുക. അതാണ് ഈ ഹ്യൂമൻ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ. നരബലി എന്നാണ് പറയുന്നത്. നരബലി അല്ലെങ്കിൽ മനുഷ്യബലി എന്നൊക്കെ പറയും. മനുഷ്യ ബലി, മനുഷ്യനെ ബലി കൊടുക്കുക, ഹ്യൂമൻ സാക്രിഫൈസ്. പിന്നെ പറയുന്നു ഫീമെയിൽ ഇൻഫാന്റിസൈഡ്സ്, പെൺ ഭ്രൂണഹത്യ. ഫീമെയിൽ ഇൻഫാന്റിസൈഡ്. ഇൻഫാന്റിസൈഡ് എന്ന് പറഞ്ഞാൽ ഭ്രൂണഹത്യ, പെൺ ഭ്രൂണഹത്യ. എന്താ ഭ്രൂണഹത്യ എന്ന് പറയുന്നത്? അതായത് പെൺകുട്ടികളാണെങ്കിൽ, ജനിച്ചത് പെൺകുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രസവിച്ചത് പെൺകുട്ടികളാണെങ്കിൽ അതിനെ കൊന്നു കളയുന്ന ഒരു സമ്പ്രദായം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു, ഒരു സോഷ്യൽ ലെവലിൽ. എന്ത്? ജനിച്ചത് പെൺകുട്ടികളാണെങ്കിൽ അതിനെ കൊന്നു കളയും. അല്ലെങ്കിൽ ഇനി ജനിക്കാനുള്ളത് പെൺകുട്ടികളാണെങ്കിൽ അതിനെ കൊന്നു കളയും. ഇപ്പൊ അങ്ങനത്തെ സിസ്റ്റം ഇല്ല, അത് ഒഴിവാക്കി അല്ലേ? സോഷ്യൽ എവിള് പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്നു. അപ്പൊ അത് പിന്നീട് ഒഴിവാക്കി കേട്ടോ. അത് പിന്നീട് ഈ കുറച്ചും കൂടി പുരോഗതിയൊക്കെ ആച്ചപ്പോൾ അങ്ങനെയുള്ളത് ഒഴിവാക്കി. കുട്ടികളെ തിരിച്ചറിയാനുള്ള പ്രഗ്നൻസി പീരീഡില് കുട്ടികളെ തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളൊക്കെ ഒഴിവാക്കി. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നു ഫീമെയിൽ ഇൻഫാന്റിസൈഡ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. പെൺ ഭ്രൂണഹത്യ എന്ന് പറയും. പെൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ അതിനെ കൊന്നു കളയുക. ഓക്കെ. പിന്നെ പറയുന്നു സ്ലേവറി. സ്ലേവറി എന്ന് നമുക്കറിയാം അടിമത്തം. അടിമത്തം, അടിമകൾ ഉണ്ടായിരുന്നു, ആളുകൾക്കൊക്കെ അടിമകൾ ഉണ്ടായിരുന്നു. പിന്നെ അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാല് സമൂഹത്തിൽ ഉയർന്ന ജാതിക്കാരും ഉണ്ടായിരുന്നു, താഴ്ന്ന ജാതിക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ ഉയർന്ന ജാതിക്കാരെ താഴ്ന്ന ജാതിക്കാര് തൊടാന് പറ്റില്ല. തൊടാനോ കാണാനോ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ. എന്താണ് അത്? തൊട്ടുകൂടായ്മയാണ് എന്ത്? അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ. പിന്നെ പറയുന്നു കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥ. അതൊരു ജാതി വ്യവസ്ഥ. അതൊരു എന്താണ്? സോഷ്യൽ എവിളാണ്. ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, സമൂഹത്തിൽ ഉയർന്ന ജാതിക്കാര്, താഴ്ന്ന ജാതിക്കാര്, മിഡിൽ പീപ്പിൾ, അങ്ങനത്തെ ഹൈ പീപ്പിൾ, ലോ പീപ്പിൾ, മിഡിൽ പീപ്പിൾ എന്നിങ്ങനെ സൊസൈറ്റിയെ സ്ട്രാറ്റിഫൈ ചെയ്യുക, സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യുന്ന ഒന്നാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലേ? അപ്പോ ഇതൊക്കെ എന്താണ്? സോഷ്യൽ ലെവൽസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇത്രയും
നിങ്ങൾക്ക് എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ ഈ മലയാളം എന്ന് പറയുന്ന സംഭവം ഞാൻ എഴുതി തന്നിട്ടില്ല അല്ലെ. ഇവിടെ എഴുതാൻ കാരണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പോഴല്ല, നിങ്ങൾ ഇനി വരുന്ന വലിയ ക്ലാസ്സുകളിലോട്ടും അതുപോലെ വലിയ കുട്ടികളായാൽ PSC പോലെയുള്ള എക്സാമിനൊക്കെ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യനുകൾ വരും. ശൈശവ വിവാഹത്തെ കുറിച്ച്, വിധവാ വിവാഹ നിരോധനത്തെ കുറിച്ച്, നരബലി, മനുഷ്യബലി, പെൺഭ്രൂണഹത്യ, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാം, മലയാളത്തിലാവും ചോദിക്കാം. അതുകൊണ്ട് ഞാൻ ഇതിനെ മലയാളം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് മാത്രമല്ല പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്നത് ഒരുപാട് ഉണ്ട്. അൺടച്ചബിലിറ്റി ഉണ്ട്, അതുപോലെ കാസ്റ്റ് സിസ്റ്റം, പിന്നെ ടെമ്പിൾ എൻട്രി, ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ അമ്പലത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ, താഴ്ന്ന ജാതിക്കാർക്ക് പറ്റില്ല. പിന്നെ ഡൗറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീധന നിയമം അല്ലെ, സ്ത്രീധനം കൊടുക്കല്. അപ്പൊ അതൊക്കെ എന്താണ്? സോഷ്യൽ ഇവളാണ്. സ്ത്രീധനം ഇപ്പോ ഡൗറി ഇറ്റ് ഈസ് എ സോഷ്യൽ എവൽ. എന്താണ് ഡൗറി എന്ന് പറഞ്ഞാല്? സ്ത്രീധനം അല്ലെ. സ്ത്രീധനം ഒരു സാമൂഹിക തിന്മയാണ്. ഇറ്റ് ഈസ് എ സോഷ്യൽ എവിൾ, സാമൂഹിക തിന്മയാണ്. സ്ത്രീധനം വാങ്ങാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, അതിൽ മധ്യസ്ഥത വഹിക്കാൻ പാടില്ല. അതൊരു സോഷ്യൽ എവിളാണ്, സാമൂഹിക തിന്മകളാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് ഒരു സോഷ്യൽ എവിളാണ് ഡൗറി കേട്ടോ. ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സോഷ്യൽ ഡൗറി ഉണ്ട്, കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ എറ. അതിൽ നമ്മൾ പറഞ്ഞു സോഷ്യൽ എവിൾസ്, സാമൂഹിക തിന്മകൾ. ഏതൊക്കെയാണ് ആ സാമൂഹിക തിന്മകള്? സതി, ഓക്കെ ഇത് വായിക്കാട്ടോ. സോഷ്യൽ എവിൾസ് എന്ന് പറഞ്ഞാൽ സാമൂഹിക തിന്മകൾ ഏതൊക്കെയാണ്? സതി, ചൈൽഡ് മാരേജ്, പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, ഹ്യൂമൻ സാക്രിഫൈസ്, ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, സ്ലാവറി, അൺടച്ചബിലിറ്റി, കാസ്റ്റ് സിസ്റ്റം, ഡൗറി സിസ്റ്റം. ഓക്കെ, ഡൗറി സിസ്റ്റം ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെയാണ്? സതി, ചൈൽഡ് മാരേജ്, പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, ഹ്യൂമൻ സാക്രിഫൈസ്, ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, സ്ലാവറി, അൺടച്ചബിലിറ്റി, കാസ്റ്റ് സിസ്റ്റം. ഓക്കെ, അത് മറന്നു പോയിട്ട് സോഷ്യൽ എവിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ എവിൾസിനെ കുറിച്ചാണ്. സമൂഹത്തിൽ ഒരുപാട് സോഷ്യൽ എവിൾ പ്രാക്ടീസസ് അല്ലെ, ദുരാചാരങ്ങൾ, സാമൂഹിക തിന്മകൾ നിലനിന്നിരുന്നു. അങ്ങനെ ഏകദേശം 19-ാം നൂറ്റാണ്ടില് അല്ലെ, 19-ാം നൂറ്റാണ്ടില് 1990s അല്ലെങ്കിൽ 90s 19-ാം നൂറ്റാണ്ടില് ഇതിനൊക്കെ എതിരെയുള്ള പല പ്രസ്ഥാനങ്ങളും, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കടന്നു വരാൻ തുടങ്ങി. അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ നോക്കാം, സെവറൽ റിഫോം മൂവ്മെന്റ്സ്. പല പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. റിഫോം എന്ന് പറഞ്ഞാൽ പരിഷ്കരണ, റിഫോം മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. സെവറൽ റിഫോം മൂവ്മെന്റ്സ്, ഒരുപാട് പരിഷ്കരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ came up in the 19th century. 19-ാം നൂറ്റാണ്ടില് ഒരുപാട് പരിഷ്കരണ പ്രവർത്തനങ്ങൾ കടന്നു വരാൻ തുടങ്ങി. ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദീസ് എവിൾ പ്രാക്ടീസസ്. എന്തിനു വേണ്ടിയാണ്? ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ എവിൾ പ്രാക്ടീസസ് അല്ലെ, സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ പോരാടാൻ, സമൂഹത്തിലുള്ള ദുരാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനൊക്കെ വേണ്ടി ഒരുപാട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതായത് പല സംഘടനകളും കടന്നു വരാൻ തുടങ്ങി. അതാണ് സെവറൽ റിഫോം മൂവ്മെന്റ്സ് ദാറ്റ് കെയിം അപ്പ് ഇൻ ദി 19th century. ഓക്കെ, അത് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ്? ഇറ്റ് വാസ് ദ സോഷ്യൽ കോൺഷ്യസ്നെസ് അല്ലെ. സോഷ്യൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹിക ബോധം. ആളുകളിൽ സാമൂഹിക ബോധം വളരാൻ തുടങ്ങി. ദാറ്റ് ഡെവലപ്ഡ് ഡ്യൂ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് റാഷണൽ തിങ്കിങ്. ആളുകൾ യുക്തിപരമായിട്ട് റാഷണൽ തിങ്കിങ്, റാഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ, യുക്തിപരമായിട്ട് ആലോചിക്കാൻ തുടങ്ങി. അതുപോലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഒക്കെ ആളുകൾക്ക് കിട്ടിയപ്പോൾ ആളുകൾക്ക് എന്ത് വന്നു? ഡെവലപ്ഡ് ദ സോഷ്യൽ കോൺഷ്യസ്നെസ്.
സാമൂഹിക ബോധം വളർന്നു. അങ്ങനെ ബോധം വളർന്നതിന്റെ ഭാഗമായിട്ടാണ് റിഫോം മൂവ്മെന്റുകൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത്. ദാറ്റ് ലെഡ് ടു ദ റിഫോം മൂവ്മെന്റ്സ്. അതിന്റെ ഭാഗമായിട്ട് ആളുകൾ റിഫോം മൂവ്മെന്റ്സ്, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് ആ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിന്റെ ഫീച്ചേഴ്സ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ റിഫോം? എന്തൊക്കെയാണ് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിന്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ? ഒന്ന് നോക്കൂ. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ എവിൾ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. ഒന്ന് പറഞ്ഞു, പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ എവിൾ കസ്റ്റംസ്, സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ. കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ആചാരം. അപ്പൊ എവിൾ കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ അനാചാരങ്ങൾക്കെതിരെ, സമൂഹത്തിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെയും സൂപ്പർസ്റ്റിഷൻസ് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ. അപ്പൊ എന്തിനൊക്കെയാണ്? ഒന്ന് അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയുമാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രീഡം ഓഫ് വിമൻ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഫ്രീഡം ഓഫ് വിമൻ. പിന്നെ പറയുന്നു സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വളർത്തുക അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്കൊക്കെ വേണ്ടിയാണ് ഇവർ വന്നിട്ടുള്ളത്. പിന്നെ സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുമ്പോഴുള്ള ആ ഒരു അഭിമാന ബോധം, ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു അഭിമാന ബോധവും ഒക്കെയാണ് അതിന്റെ വളർച്ചയ്ക്കൊക്കെ വേണ്ടി കടന്നു വന്നിട്ടുള്ള ഒന്നാണിത് ദ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്. ഓക്കെ, അപ്പൊ റിഫോം മൂവ്മെന്റ്സ് അത് വന്നിട്ടുള്ളത് 19th സെഞ്ചുറിയിലാണ് കടന്നു വന്നിട്ടുള്ളത്. ഒരുപാട് റിഫോം മൂവ്മെന്റുകൾ കടന്നു വന്നിട്ടുണ്ട്. അത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്? സോഷ്യൽ കോൺഷ്യസ്നെസ്, സാമൂഹിക ബോധം ആളുകളിൽ വന്നതോടുകൂടി ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും അതുപോലെ റാഷണൽ തിങ്കിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് ആളുകളിൽ എന്ത് വന്നു? സാമൂഹിക ബോധം വളർന്നു. അതിന്റെ ഫലമായിട്ട് സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ രൂപപ്പെട്ടു. ആ മൂവ്മെന്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ എവിൾ കസ്റ്റംസ്, the protest against the superstitions, the spread of women education, spread of education, freedom of women and the sense of pride on Indian culture. ഇന്ത്യ എന്ന് പറയുമ്പോഴുള്ള അഭിമാന ബോധം, അതാണ് സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ സ്വഭാവം. ഓക്കെ, അപ്പോൾ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അപ്പൊ 19ാം നൂറ്റാണ്ടിൽ ഒരുപാട് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് കടന്നു വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഏതൊക്കെ, അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണ്, അതിന് നേതൃത്വം നൽകിയ നേതാക്കന്മാർ ആരൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് നമുക്ക് അത് പഠിക്കാം.